അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മളിൽ ചില ആളുകൾ എവിടെ പോകുമ്പോഴും ഒരു ക്യാമറയും പിടിച്ചിട്ട് അല്ലെങ്കിൽ മൊബൈലും പിടിച്ചിട്ട് ഇങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. ചെയ്തോട്ടെ, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ അവർ ചെയ്യുന്ന ഇബാദത്തുകൾ പോലും, അല്ലെങ്കിൽ അവരൊരു യാത്രക്ക് പോകുമ്പോൾ, ഉദാഹരണത്തിന് സിയാറത്തിന് പോകുമ്പോൾ, എന്തിനാ ഹജ്ജിനോ ഉംറക്കോ പോകുമ്പോൾ പോലും അവർ ഈ ക്യാമറയും പിടിച്ചിട്ട് ഞാനിതാ മക്കത്തെത്തി, ഞാനിതാ മദീനത്തെത്തി, ഞാനിതാ തവാഫ് ചെയ്യാണ്, ഞാൻ അത് ചെയ്യാണ്, ഇത് ചെയ്യാൻ, ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് വീഡിയോ ഇടുന്നത് നമ്മൾ കാണാറുണ്ട്. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? അങ്ങനെ ചെയ്യൽ കൊണ്ട് ഞാനത് 4 ആളുകൾ കാണാൻ വേണ്ടിയാണ് ചെയ്യുന്നത് എന്നുള്ള നിയ്യത്തല്ലേ അവിടെ വരുന്നത്? എന്നാൽ അങ്ങനെയുള്ള ആളുകളോട് ബഹുമാനപ്പെട്ട ബാക്കവി ഉസ്താദിന് ഒരു കാര്യം പറയാനുണ്ട്. അത് പറയുന്നത് കേട്ടിട്ട് നമുക്ക് പറയാം. അപ്പൊ ഞാനിങ്ങനെ നോക്കുമ്പോ ഈ മലയ്ക്ക് പോയിട്ട് ഈ കാല് പൊട്ടിയിട്ട് വെള്ള തുണി വെച്ചിട്ട്, ഇതുപോലത്തെ വെള്ള തുണി വെച്ചിട്ട് കാല് കെട്ടിയിട്ട് നടന്നു പോകുന്നുണ്ട്. അപ്പൊ ഞാൻ വണ്ടി ഒന്ന് സൈഡിൽ നിർത്തിയിട്ട് അവരോട് നമസ്കാരം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ നോക്കി. അപ്പൊ മലയാളം അറിയുന്നവരൊന്നുമല്ല, ഒരു കർണാടകയിൽ നിന്ന് വരെയാണ്. കർണാടകയിൽ നിന്ന് നടന്ന് കാസർഗോഡ് വഴി എവിടെ പോവാണ്? മലയ്ക്ക് പോവാണ്. അപ്പൊ ഞാൻ നോക്കിയത് അവരുടെ കയ്യിൽ ലൈവ് ഇടാനുള്ള മൊബൈലോ സ്റ്റാൻഡോ ഒക്കെ ഉണ്ടാകുന്ന നോക്കിയാണ്. കാരണം എന്താ, നമുക്കിതേ അറിയുള്ളൂ. നമ്മളൊന്ന് മക്കത്ത് പോയാൽ നമ്മളപ്പോഴും തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ ഹറമിലെത്തിയിട്ടുണ്ട്, ജിദ്ദയിലെത്തിയിട്ടുണ്ട്, ഇവിടെ നിന്ന് അങ്ങോട്ട് പോവാണ് അല്ലെ. ഒരയ്യപ്പനും ഞാൻ പത്തനംതിട്ട എത്തിയിട്ടുണ്ട്, ഹലോ ഗൈസ് ഞാൻ പത്തനംതിട്ട എത്തിയിട്ടുണ്ടെന്ന് ഒരു അയ്യപ്പനും പറഞ്ഞിട്ടില്ല. ഞാൻ വാവര് പള്ളിയിൽ എത്തിയിട്ടുണ്ടെന്ന് ഒരു അയ്യപ്പനും പറഞ്ഞിട്ടില്ല. സത്യം ഉസ്താദ് പറഞ്ഞത്. നമ്മള് ഉംറക്ക് പോവുകയാണെങ്കിൽ പോലും അവിടെ എത്തിയിട്ട് പരിശുദ്ധമായ മക്കയെ അല്ലെങ്കിൽ മദീനയിലെത്തിയിട്ട് പരിശുദ്ധമായ മദീനയെ പുറകിലാക്കിയിട്ട് ഇവൻ തിരിഞ്ഞു നിന്നിട്ട് ദാ ഞാൻ മദീനയിലെത്തിയിട്ടുണ്ട്, ഞാൻ മക്കത്തെത്തിയിട്ടുണ്ട്. എന്തൊക്കെയാണ്, എന്തിനാണ് പിന്നെ അവിടെ പോകുന്നത്? അവരുടെ പോക്കും അവരുടെ വസ്ത്രവും അവരുടെ തലയിലിരിക്കുന്ന ആ ഇരുമുടിക്കെട്ടും ഒക്കെ കണ്ടാൽ സത്യത്തില് നമ്മുടെ ചെറുപ്പക്കാരോട് അവരെ മുമ്പ് നിർത്തിയിട്ട് കുറച്ച് വാത് പറയാൻ തോന്നിപ്പോ. നമുക്കെല്ലാം ഇങ്ങനെ എല്ലാവരെയും കാണിച്ച് പെരുമനടിച്ച് നശിപ്പിക്കലാണ് നമ്മുടെ ആഗ്രഹം. സത്യത്തിൽ അവരോട് ഇപ്പൊ പ്രസാദേട്ടനൊക്കെ ഇരിക്കല്ലേ, ഇരുമുടി താകി ഒരു മല താകി ഗുരുവിനമേ വന്തോ, ഇരുവിനെ തീർക്കും യവനെയും വെല്ലും തിരുവടിവേ കാണവന്തോ, പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് കല്ലും മുള്ളും കാണിക്കമത്ത് സാമിയെ അയ്യപ്പോ അയ്യപ്പോ സാമിയെ. അപ്പൊ അവർക്കുള്ള ആ ഒരു ബഹുമാനത്തോടുകൂടെ, ആ ഒരു ആദരവോടുകൂടെ അവരുടേതായ ആ ഗാനവും പാടിക്കൊണ്ട് അവർ പോകാൻ, അവരുടെ ആ ഭക്തിഗാനം പറഞ്ഞുകൊണ്ട് അവർ പോകാൻ. പക്ഷേ നമ്മളോ ഹജ്ജിന് പോവുകയാണെങ്കിൽ പോലും ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക്. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് പോകേണ്ട സ്ഥലത്ത് മൊബൈലും പിടിച്ചിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്യണം. എന്തൊക്കെയാണല്ലേ ഇത് പറയുമ്പോൾ. എൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ അടുത്തുള്ള ഫാമിലി ആയിട്ട് താമസിക്കുകയാണ്. അദ്ദേഹം ഫാമിലി ആയിട്ട് ഇവിടെ നിന്നും സ്വന്തം വണ്ടിയിൽ ഉംറക്ക് പോയി വന്നു. ആ പോയി വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ അവിടെ എത്തിയിട്ട് ഫോട്ടോ എടുത്തിട്ടില്ല, എനിക്കൊന്ന് കാണിച്ചു തരുമോയെന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, തങ്ങളെ അവിടെ എത്തിയപ്പോൾ എന്ത് ഫോട്ടോയാണ് ഓർമ്മ വരുന്നത്. അവിടെ ആ മക്കയിലെത്തുമ്പോൾ അല്ലെങ്കിൽ ആ മദീന റൗള ഷെരീഫിന്റെ മുമ്പിൽ എത്തുമ്പോൾ എന്ത് ഫോട്ടോയാണ്. അവിടെ നിന്ന് നമുക്ക് ഫോട്ടോയാണ് ഓർമ്മ വരുന്നതെങ്കിൽ നമ്മൾ എന്തിനാണ് പിന്നെ അവിടെ പോകുന്നതെന്നാണ് ചോദിച്ചത്. അത്രത്തോളം ഭക്തിപരമായിട്ട് ഉംറക്ക് പോയിട്ട് വന്ന എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഇവിടെ. ഞാൻ ആളെ പേരൊന്നും പറയുന്നില്ല, അദ്ദേഹം എൻ്റെ വീഡിയോ കാണുന്ന ആളാണ്. അങ്ങനെ എത്രയോ ആളുകൾ പോകുന്നവരും നല്ല നല്ല ആളുകളായിട്ട് പോയി വരുന്നവരാണ്. പക്ഷേ ചില ആളുകൾ എവിടെ എത്തിയാലും വീഡിയോ, എവിടെ എത്തിയാലും ലൈവ്, ഇതുമായിട്ട് ഇങ്ങനെ കാണിച്ചു കൊണ്ടുപോകുന്ന ആളുകളുണ്ട്. അല്ലാഹു തആല നമ്മെല്ലാവരെയും നന്നാക്കി തരുമാറാവട്ടെ. ആ പരിശുദ്ധമായ മക്കയിലും മദീനയിലും ഹറമിലും ഒക്കെ ഒന്ന് പോയിട്ട് മഖ്ബൂലും മബ്രൂറുമായ ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.